ഇനി അങ്ങോട്ട് എണ്ണിപ്പറക്കി 80 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കല്യാണ വീട്ടിൽ നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങളായിരിക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോകുന്നത് സംസ്ഥാനത്തുടനീളം. അത് സെക്യൂരിറ്റി, ഹോസ്പിറ്റാലിറ്റി, ഫാൻ ഷോ, ഇങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. കേരളം മൊത്തം എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ കളി നടക്കുന്നത് തന്നെ കൊല്ലൂരും പൊട്ടിത്തെറിക്കും. പിന്നെ അപ്പോൾ ഇത് എത്ര ഹൈ വോൾട്ടേജ് ആയിരിക്കും എന്ന് ഊഹിച്ചു നോക്കിക്കൂടെ അല്ലേ? ഉറപ്പായിട്ടും കേരളത്തിൽ ആർക്കെങ്കിലും മെസ്സി നമ്മുടെ നാട്ടിൽ വന്നിട്ട് വീട്ടിലിരിക്കാൻ പറ്റുമോ? അതൊരു വലിയ ചോദ്യമല്ലേ. മെസ്സി ഇരിക്കുന്ന ദിവസം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു സിനിമ റിലീസ് ആവുന്നത് പോലെ ഒന്നും നമുക്ക് താരതമ്യം ചെയ്യാനേ പറ്റില്ല. ഇത് വേറൊരു എക്സ്ട്രീമാണ്. എന്ത് പറഞ്ഞാലും ഈ ലയണൽ മെസ്സി വരിക, ലോക ചാമ്പ്യന്മാരായ അർജന്റീന സംഘം എത്തുക എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ചിന്തകൾക്ക് പുറത്തേക്ക് എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മൾ ആലോചിച്ചിട്ടില്ലായിരുന്നു, എന്നെ പോലെയുള്ള ഒരാളൊന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷേ അത് സത്യമായി വരുന്നു എന്നൊക്കെ പറയുന്നത് നേരിട്ട് കാണാൻ പോകുന്ന പറയുമ്പോൾ ഏതായാലും പോകാൻ പറ്റുമല്ലോ, ഞാൻ ഇവിടെ ആയിരിക്കില്ല. ഇല്ല, നമ്മുടെ ടീം അവിടെ ഉണ്ടാവും, അതിന് യാതൊരു സംശയമില്ല. അതായത് പ്രത്യേകിച്ച് നമ്മുടെ സോമേഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അങ്ങോട്ട് പുറപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണാം, അതാത് നിമിഷങ്ങളിൽ അപ്ഡേറ്റുകൾ വരും. മാത്രമല്ല സോമേഷിന് കുറേ പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മുടെ സ്കൂൾ കോളേജ് മുതൽ താഴെത്തട്ട് മുതൽ ഈ ഫുട്ബോൾ സാക്ഷരത കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുറേ പരിപാടികൾ, മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ചില പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തില്ലേ? അതല്ല, അങ്ങനെ കുറേ പരിപാടികൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഈ ഒരു മത്സരത്തോടു കൂടി നമ്മൾ അത് അവസാനിപ്പിക്കുന്നില്ല. ഇതൊരു തുടക്കം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിന് നമുക്ക് റിപ്പോർട്ടർ TV കാണുന്നത് ഇതിനെ രണ്ടാക്കി തരംതിരിക്കുക. ഇത് മെസ്സി വന്നതിന് മുമ്പും മെസ്സി വന്നതിന് ശേഷം കേരളത്തിന്റെ സ്പോർട്സ് കൾച്ചർ എന്ന് പറയിപ്പിക്കും നമ്മൾ. മുമ്പും ശേഷവും വലിയ മാറ്റം ഉണ്ടാക്കും. ഞങ്ങൾ പറയായിരുന്നു, അതായത് ഈ കളിക്കളത്തിൽ ഏറ്റവും ജെന്റിലായി ഇതേപോലെ ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല കേട്ടോ. അതായത് മറ്റുള്ള താരങ്ങളെല്ലാം പല പ്രലോഭനങ്ങൾക്ക് പിന്നാലെ പോകുമ്പോഴും മെസ്സിക്ക് ഒരേ ഒരു പ്രലോഭനമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഫുട്ബോൾ മാത്രമായിരുന്നു. ഒരു നെഗറ്റീവായിട്ടുള്ള ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു കളിക്കാരനാണ് അല്ലേ മെസ്സി. അപ്പൊ അതൊരു മാതൃകയല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ആരാണ് മാതൃക എന്ന് ചോദിച്ചാൽ, ആദ്യം ഉയരക്കുറവിന്റെ പേരിൽ, പിന്നീട് വളർച്ചാ ഹോർമോൺ കുറവിന്റെ പേരിൽ ഒക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിടത്തു നിന്നാണ് തിരിച്ചു വന്നത്. കോപ്പ അമേരിക്കയിലെ തോൽവിക്ക് ശേഷം തിരിച്ചു വന്ന ഒരു വരവുണ്ടല്ലോ അല്ലേ? ഒരു തോൽവിയല്ല, രണ്ട് തോൽവി തുടർച്ചയായി. സെന്റിനാരിയോയിലും തോറ്റു, ആദ്യത്തേതിലും തോറ്റു, തുടർച്ചയായി 2 തോൽവിയുണ്ട്. അന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഞാൻ. അതെ. അപ്പൊ റെഡ് കാർഡ്സ് ആകെ കരിയറിലാകെ 3 റെഡ് കാർഡ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് കളിയിലാണ് ആദ്യം കിട്ടിയത്, ഫസ്റ്റ് കളിയിലാണ്. പിന്നെ കിട്ടുന്നത് 15 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അത്രയും ഈ 20 വർഷത്തോളം എത്തുന്ന മെസ്സിയുടെ കരിയറിൽ വെറും 3 റെഡ് കാർഡ്സ് മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മെസ്സിക്കെതിരെ എത്രത്തോളം ഫോളുകൾ ഉണ്ടായിരുന്നു? മെസ്സിക്കെതിരെ ഒരുപാട് ഫോൾ. ഒരു മാച്ചിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യപ്പെടുന്നു, നെയ്മർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെടുന്ന മെസ്സിയാണ്. പക്ഷേ മെസ്സി യാതൊരു തരത്തിലും മെസ്സി അത് പ്രൊവോക്ഡ് ആവാറില്ല. കണ്ടത് ആ ഹോളണ്ടിനെതിരായ മത്സരത്തിലായിരുന്നു, കഴിഞ്ഞ ലോകകപ്പിൽ ഹോളണ്ടിനെതിരെ വാൻഗോളിനെതിരെ. അപ്പോൾ എനിക്കൊന്നു സോമേഷേ, അത് പുതിയ കുട്ടികൾക്കൊരു മാതൃകയാണ്. മെസ്സി എന്ന് പറയുന്ന ജീവിതത്തിൽ ഇത്രയും വലിയ കരിയറിൽ ആകെ 3 തവണ റെഡ് കാർഡ് കണ്ടിട്ടുള്ള, ഒരു തരത്തിലും ഹേറ്റേഴ്സ് ഇല്ലാത്ത, ഒരു തരത്തിലും നെഗറ്റീവ് വാർത്തകളിൽ വന്നിട്ടില്ലാത്ത മെസ്സി. അത് കുട്ടികൾ, രക്ഷിതാക്കൾക്ക് ഉറപ്പായിട്ട് പറയാം, നിങ്ങളിത് ഒന്നുകിൽ മെസ്സിയെ കാണാൻ കുട്ടികളെ അയക്കണം എന്ന് നമുക്ക് പറയാം അല്ലേ? ഉറപ്പായിട്ടും അല്ലേ? മെസ്സിയെ കണ്ടു പഠിക്കണം എന്ന് പറയാം. മെസ്സിയെ കണ്ടു പഠിക്കണം. അങ്ങനെ പറയാൻ പറ്റുന്ന കുറച്ച് താരങ്ങളേ ഉള്ളൂ. ഇപ്പം അങ്ങനെയുള്ള താരങ്ങളിൽ ഒന്നാണ് നമ്മുടെ മെസ്സി.